Assalamualaikum. Welcome to Rosmin's Kitchen. Hi friends. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ലെയർ പൊറോട്ടയാണ്. വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റിയായി നിങ്ങൾക്ക് പൊറോട്ട ഉണ്ടാക്കാം. പൊറോട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ആൾക്കാർക്കും പൊറോട്ട ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ്, വളരെ പെർഫെക്റ്റ് ആയിരിക്കും. പൊറോട്ടൻ്റെ കൂടെ നല്ലൊരു ലിവർ വരട്ടിയതും കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും. പൊറോട്ടക്ക് അധികം ഓയിൽ യൂസ് ചെയ്യുന്നില്ല, അതാണ് മെയിൻ ഇതിൻ്റെ പൊറോട്ടൻ്റെ പ്രത്യേകത. എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പാത്രത്തിൽ 1 കിലോ മൈദ ഇടാൻ ടീസ്പൂൺ ഉപ്പ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു മുട്ട ഉടച്ച് അതിലേക്ക് 1 ഗ്ലാസ് മിൽക്കും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനാവശ്യമുള്ള വെള്ളവും ചേർത്തിട്ട് ഒരു മാവ് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒരു ഹാഫായിട്ട് നിങ്ങൾ കുഴച്ചതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. മാവ് നന്നായിട്ട് സോഫ്റ്റ് ആകുന്നത് വരെ നന്നായിട്ട് കുഴച്ചുകൊടുക്കുക. അതിന് നല്ലോണം ഒരു ഇത്തിരി അതിനോട് കൂടി കുറച്ച് ഗുസ്തിയെല്ലാം പിടിച്ച് നന്നായിട്ട് സോഫ്റ്റ് ആകുന്നത് വരെ കുഴച്ച് ഒരു മയപ്പെടുത്താം. മാവ് നല്ല സോഫ്റ്റ് ആകുമ്പോൾ നിങ്ങൾ തൊടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല പഞ്ഞി പോലെ ഇരിക്കും. അതുവരെ നിങ്ങൾ ഇതിനെ മാവിന് ഇതാക്കാനും. അതിനുശേഷം മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങളൊരു പാത്രത്തിലിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചൊരു സൺഫ്ലവർ ഓയിൽ വെച്ച് തടവിയതിന് ശേഷം 1 മണിക്കൂർ മാറ്റി വെക്കുക. 1 മണിക്കൂർ മാറ്റിയ ശേഷം ഞങ്ങൾ എന്തൊക്കെ എടുത്ത് അതിനെ ഓരോരോ ബോൾസായിട്ട് മാറ്റാൻ. ആ ബോൾസിൽ എന്ന് വെച്ചാൽ 1 കിലോ മൈദന മാവ് കുഴച്ച് വെച്ചിട്ട് 20 പൊറോട്ട ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ബോൾ മാറ്റിയതിന് ശേഷം ഒരു 10-20 മിനിറ്റ് അതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഞങ്ങൾ മാവ് ഒന്നും കൂടി സോഫ്റ്റാണ്. ഞങ്ങൾ എത്ര സമയം വെക്കുന്ന അത്രയും നല്ലതായിരിക്കും അത്. അപ്പം ഇങ്ങനെ ബോൾസാക്കി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇവിടെ മാറ്റി വെക്കുക. ആ സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യണം, ഒരു അലൂമിനിയം ഫോയിലിൽ വെച്ചിട്ട് ഞങ്ങൾ അടുക്കളയിൽ നിന്ന് ചെയ്യുമ്പോൾ അലൂമിനിയം ഫോയിലിൻ്റെ മുകളിൽ ഞങ്ങൾ മാവിട്ട് നന്നായിട്ട് പരത്തുക. നന്നായിട്ട് നീളത്തി പരത്തിയതിന് ശേഷം കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞങ്ങൾ കട്ടർ ഉണ്ടാവില്ലേ, കട്ടർ കൊണ്ട് നല്ലോണം നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കും. ഈ കട്ടർ വെച്ച് നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താക്കാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ഒരു പിഞ്ച് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മൈദ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ മാവും കൂടി ഒന്നിച്ച് ഇതുപോലെ എല്ലാം കൂടി ഒന്നിച്ച് മുകളിലെടുത്ത് അട്ടിക്കട്ടിക്കായിട്ട് വെക്കുക. അപ്പുറത്തെ സൈഡൊന്നും ചെയ്ത് ഇതിനൊന്ന് മാവിനൊന്ന് സെറ്റാക്കിയതിന് ശേഷം 2 സൈഡിൽ നിന്ന് നിങ്ങൾ ചുറ്റിച്ചിട്ട് ഒന്നാക്കി മാറ്റിയിട്ട് അവിടെ മാറ്റി വെക്കുക. അതേപോലെ തന്നെ നിങ്ങൾ അടുത്ത മാവും അതേപോലെ തന്നെ നന്നായിട്ടെടുത്ത് പരത്തി നന്നായിട്ട് നീളത്തി പരത്തിയെടുക്കാം. നമുക്ക് എത്രത്തോളം വരിച്ച് പരത്താൻ പറ്റും എത്രത്തോളം പരത്തിയതിന് ശേഷം അതിന് കട്ടർ വെച്ച് കട്ട് ചെയ്യാം. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുക. അത് നല്ലതായിരിക്കും. നമ്മളൊരു കല്ല് ചൂടാക്കാൻ വെക്കാൻ. ആ കല്ല് ചൂടാകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് പരത്താം. ഇത് പരത്തുന്നത് ഞാൻ ഇങ്ങനെ കൈകൊണ്ട് പരത്താം. പക്ഷേ ഇത് പരത്തുന്നത് എന്തിനാണ്, അധികം എണ്ണ യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ പരത്തുന്നത്. ഇത് പരത്തുന്നത് കട്ടിയിൽ പരത്തരുത്, എന്നാലും നന്നായിട്ട് ചപ്പാത്തി പോലെ ആകാനും പാടില്ല. ഒരു മീഡിയം സൈസിൽ പരത്തിയിട്ട് എൻ്റെ കല്ലിൽ 4 എണ്ണ ഇടാൻ പറ്റും പൊറോട്ട. അങ്ങനെ ആ 4 പൊറോട്ട ഉണ്ടാക്കിയിട്ട് ഞാൻ കല്ലുമേലിടും. ഇത്തിരി എണ്ണ അതിൻ്റെ മേലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൽ കൂടുതൽ എണ്ണ താഴണ്ട. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓൾറെഡി ഞങ്ങൾ മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് കൊണ്ട് മാവിൽ എത്ര നിങ്ങൾ എണ്ണ ഒഴിച്ചാലും എണ്ണ കാണില്ല. അതേപോലെ അതുകൊണ്ടാണ് അധികം എണ്ണ വേണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ എണ്ണ അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം മാവ് നന്നായിട്ട് വേവണം. പൊറോട്ട നന്നായിട്ട് വെന്താൽ ഡൈജസ്റ്റിക് പ്രോബ്ലം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഈ വെന്ത 4 പൊറോട്ടയെ ഒന്നിച്ച് വെച്ച് നന്നായിട്ട് അടിച്ചതിന് ശേഷം നടുക്കുന്നൊന്ന് പൊന്തിച്ച് വയ്ക്കാൻ നല്ല ലെയറായിട്ടുള്ള അടിപൊളി ലെയർ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. അടിപൊളി ലെയർ പൊറോട്ടയാണ്. നിങ്ങൾ കുറച്ച് ക്രിസ്പി ആയിരിക്കും, ടേസ്റ്റി ആയിരിക്കും. പൊറോട്ടൻ്റെ കൂടെ നല്ല ലിവർ വരട്ടിയതും കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇട്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇൻഷാ അല്ലാഹ്.